വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. നീറ്റ് പരീക്ഷയെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കും ചോദ്യപേപ്പർ ചോർച്ച ആരോപണങ്ങൾക്കും പിന്നാലെ കേന്ദ്ര സർക്കാരിന് വീണ്ടും സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ വീഴ്ചകൾ ഇനി അതനുവദിക്കാനാകില്ല എന്ന സുപ്രീം കോടതിയുടെ പരാമർശം ദേശീയതലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ജസ്റ്റിസുമാരായ PS നരസിംഹയും അലോക് ആരാധ്യയും അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തെ അതീവ ഗൗരവത്തോടെയും കർശനമായും കോടതി നിരീക്ഷിക്കുമെന്നാണ് ബെഞ്ച് വ്യക്തമാക്കിയത്. ഇതോടെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യതയും പരീക്ഷാ സംവിധാനവും വീണ്ടും ദേശീയ ചർച്ചയുടെ ഭാഗമായിരിക്കുകയാണ്. വാദത്തിനിടെ കോടതി കേന്ദ്ര സർക്കാരിനോട് നിർണായകമായ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പരീക്ഷ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റാൻ സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റുമ്പോൾ ഡാറ്റയുടെ സുരക്ഷ അത് എങ്ങനെ ഉറപ്പാക്കുമെന്നും സൈബർ ആക്രമണങ്ങളെയും ഡാറ്റ ചോർച്ചയും എങ്ങനെ പ്രതിരോധിക്കുമെന്നും സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകണമെന്നതാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന മറുപടിയാണ് കോടതിയെ അറിയിച്ചത്. വിഷയത്തിൽ സമഗ്രമായ ഒരു പദ്ധതി തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത് പരിഗണിച്ച കോടതി കേസ് ഓഗസ്റ്റ് 3 മാറ്റിയിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയാൻ നിലവിലുള്ള നിയമം കൂടുതൽ കർശനമാക്കുവാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന വിവരവും കോടതിയെ അദ്ദേഹം അറിയിച്ചു. 2024 പബ്ലിക് എക്സാമിനേഷൻ ആക്ടിൽ ഭേദഗതികൾ കൊണ്ടുവന്ന് കുറ്റക്കാർക്ക് കൂടുതൽ തടവും ഉയർന്ന പിഴയും ഏർപ്പെടുത്തുക, പരീക്ഷാ തട്ടിപ്പ് കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് എന്നതാണ് അദ്ദേഹം അറിയിച്ചത്. ഈ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം രാഷ്ട്രീയപരമായും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പിലെ തുടർച്ചയായ വീഴ്ചകളെക്കുറിച്ച് കോടതി ആശങ്ക പ്രകടിപ്പിച്ചതും കേന്ദ്ര സർക്കാരിനോട് കൃത്യമായ നടപടികൾ വിശദീകരിക്കുവാൻ ആവശ്യപ്പെട്ടതും പരീക്ഷാ സംവിധാനത്തിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉറപ്പാക്കണമെന്ന സന്ദേശമായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. കേസ് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അന്തിമ തീരുമാനമോ സർക്കാരിൻ്റെ നടപടികളെക്കുറിച്ചുള്ള അന്തിമ വിലയിരുത്തലുകളോ കോടതി ഇതുവരെയും നടത്തിയിട്ടില്ല. എന്നാൽ പരീക്ഷാ സംവിധാനത്തിലെ വിശ്വാസ്യത ഉറപ്പാക്കുവാൻ ശക്തമായ നടപടികൾ വേണമെന്ന കോടതിയുടെ നിരീക്ഷണം രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധ നേടുകയാണ്.